പ്രിയ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 1:27 കർത്താവ് ഇങ്ങനെ പറയുക: ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 2:7 പറയുക: യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. സ്തോത്രം. നമ്മൾ വെറും ശരീരമല്ല. സ്തോത്രം. ഈ ദൈവവചനം, ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിച്ഛായയും ശ്വാസവും കൂടിയാണ് നമ്മൾ. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നാണ് ദൈവവചനം പറയുന്നത്, ആണും പെണ്ണുമായിട്ട്. സ്തോത്രം. നമ്മൾ വെറും ശരീരമല്ല, ദൈവത്തിൻ്റെ പ്രതിച്ഛായയും ശ്വാസവും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും മഹത്വവും ദൈവത്തിൽ നിന്നാണ്. സ്തോത്രം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളപ്പോൾ നിയാണ്ടർത്താൽ മനുഷ്യൻ കുരങ്ങന്മാരെ രൂപാന്തരം പ്രാപിച്ചാണ് മനുഷ്യരുണ്ടായെന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതല്ല സത്യം. സത്യവേദ പുസ്തകം ബൈബിളിൽ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1:27 1-ാം അധ്യായം ആ ഭാഗമെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം, ഭൂമിയിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. ഒരു വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ദൈവം തൻ്റെ സ്വന്തം രൂപത്തിൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ നിന്നാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. നമ്മുടെ മഹത്വം ചെറുതല്ല. ദൈവത്തിൻ്റെ ശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ദൈവം ഓതിയ ജീവശ്വാസം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? സ്തോത്രം. എത്ര മഹത്വമേറിയ ആയുസ്സാണ് നമ്മുടേത്. ഈ ആയുസ് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.